ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് പെറ്റിയടിക്കാൻ പാടില്ല എന്നൊരു നിയമം വന്നതിന് ശേഷവും ഇവര് വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത് നിയമലംഘനമല്ലേ ഗൈസ്? നിയമലംഘനം. ഇതുപോലെ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുത്തുകൊണ്ട് ഫൈൻ ഈടാക്കാനുള്ള അധികാരം പോലീസുകാർക്കുണ്ടോ? ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു നിയമലംഘനം നടത്തുന്ന സമയത്ത് അതിന് വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഫോട്ടോ എടുത്തുകൊണ്ട് അനധികൃതമായി പിഴ ഈടാക്കാനുള്ള അധികാരം മോട്ടോർ വാഹന വകുപ്പിനില്ല. വ്യക്തമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ മാത്രം കേസെടുക്കാം എന്നാണ് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തി അതിന് പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ലൈസൻസ് ഇല്ല എന്ന പേരിൽ കേസ് എടുക്കരുത് എന്ന് ഗതാഗത കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാകുന്നു. വണ്ടിയുടെ ഡോക്യുമെന്റ്സിന്റെ കാര്യം, അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, ടാക്സ് പെർമിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തി പരിശോധിച്ച് അതില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പോലീസുകാർക്ക് ഫൈൻ ഈടാക്കാനുള്ള അധികാരമുള്ളൂ. ഇനി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് ഫൈൻ ഈടാക്കാൻ പോലീസുകാർക്ക് പറ്റുന്ന ചില ഒഫൻസുകളുണ്ട്. അതായത് ഇൻ കേസ് നിങ്ങൾ ഹെൽമെറ്റ് ധരിച്ചില്ല, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ട്രിപ്പിൾസിൽ വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വാഹനം ഫോട്ടോ എടുത്ത് ഫൈൻ ഈടാക്കാനുള്ള അധികാരം പോലീസുകാർക്കുണ്ട്. ഇനി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ പുതിയ ഒരു ഓർഡർ കൂടെ വന്നിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇല്ലാത്തതിന് പോലീസുകാർ ഫൈൻ ഇട്ടു എന്ന് കരുതുക. അതിനോടൊപ്പം തന്നെ അവർക്ക് മനസ്സിലാവണം നിങ്ങളുടെ വാഹനത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതുകൂടെ അവർക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും.